ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് കിച്ചൺ. നമുക്ക് പെട്ടെന്നൊരു നെയ്ച്ചോറിനൊക്കെ പറ്റിയ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് സവാള ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പില ചേർക്കാം, മല്ലിയില. ഇനി ഞാൻ ഇവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളി രണ്ടും ഞാൻ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതാണ്, അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലിയാണ് വേണ്ടത്, അത് ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ സാധാ നമ്മുടെ മുളക് പൊടി അത് 1 സ്പൂണ്. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉലുവ ഇടാം, ഒരു പിഞ്ച് ഉലുവ എടുത്തിട്ടുണ്ട്, അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെരുംജീരകമാണ് എടുത്തേക്കുന്നത്, അതും ഒരു പിഞ്ചെണ്ണ മതി, അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട പൊടി എന്ന് പറഞ്ഞാൽ ഗരം മസാലയും പെപ്പർ പൗഡറുമാണ് വേണ്ടത്, അതും 1/4 സ്പൂണ് വീതം മതി, അതും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ച് അത് ഈ തക്കാളിയും സവാളയുടെ നീരെല്ലാം ഉടഞ്ഞ് ഇങ്ങനെ കിട്ടണം. അതിൻ്റെ നീര് കിട്ടുന്ന വരെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതൊന്ന് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പാകത്തിന് വെള്ളവും ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നമുക്ക് നെയ്ച്ചോറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതായിട്ടുള്ള കറിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.